ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ ടോണിക്കാണ്. അപ്പോൾ ഹെയർ ഗ്രോത്തിനുള്ളത് ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഉലുവയും പിന്നെ കുറച്ച് റൈസാണ്. ഇത് ഓവർനൈറ്റ് ഞാൻ സോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നന്നായി കുതിർത്തിട്ടുണ്ടാവണം. ഓക്കെ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ഹെയർ സ്പ്രേ ബോട്ടിലാണ്. അപ്പോൾ ഈ സ്പ്രേ നിങ്ങൾക്ക് എപ്പോഴും മോർണിംഗ് പിന്നെ നൈറ്റ് ഉപയോഗിക്കാവുന്നതാണ്. സ്കാൽപ്പിൽ മാത്രം നന്നായി സ്പ്രേ ചെയ്തെടുത്തിട്ട് നന്നായി ഒരു 10 മിനിറ്റ്സ് മസാജ് ചെയ്തിട്ട് അങ്ങനെ നെക്സ്റ്റ് മോർണിംഗ് നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്തിട്ട് കളയാവുന്നതാണ്. ഇത് ആഴ്ചയിൽ ഒരു 3 തവണ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സ്കാൽപ്പിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ മാറിക്കിട്ടും. പിന്നെ പുതിയ ബേബി ഹെയർസൊക്കെ ഒന്ന് ഗ്രോ ചെയ്യാനൊക്കെ ഒന്ന് ഹെൽപ്ഫുള്ളാവും. പിന്നെ നമുക്ക് ഈ റിസൈഡിങ് ഹെയർ ലൈനൊക്കെ ഒന്ന് ഉള്ളത് അത് കുറയ്ക്കാനും കിട്ടുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്കൊന്ന് ഇതിൽ ഞാൻ സ്പ്രേ ചെയ്ത് കാണിക്കുന്നതുണ്ട്. അപ്പോൾ ഇതിലെടുക്കാം സ്പ്രേ ബോട്ടിലിൽ. മാറ്റിയിട്ട് വരാം കേട്ടോ. ഹായ്, ഇതിൽ ഞാൻ ഈ സ്പ്രേ ബോട്ടിലിൽ മാറ്റി എടുത്തിട്ടുണ്ട്. ഇത് ഹെയർ ഗ്രോത്ത് സ്പ്രേ ആണ്. അപ്പോൾ ഉലുവയും പിന്നെ അരി മിക്സ് ചെയ്യുന്നതാണ്. ഇത് ഒരു ഹെയർ ടോണിക്കാണ്. നല്ല മുടി വളരാനും സ്കാൽപ്പ് എക്സ്ഫോലിയേറ്റ് ചെയ്യാനും ഇത് ഹെൽപ്ഫുള്ളാണ്. ബേബി ഹെയർസൊക്കെ വളരാനും സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വേറെ എടുത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്, സ്കാൽപ്പിൽ പടണ പോലെ. പിന്നെ നല്ല ഗ്യാപ്പുള്ള ഇടത്തൊക്കെ നിങ്ങൾ നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇങ്ങനെ ഒരിടത്തും വിടാണ്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് നല്ല അതിലത്തുള്ള ഒരു ന്യൂട്രിയൻസൊക്കെ ഞങ്ങളുടെ സ്കാൽപ്പിൽ അബ്സർവ് ചെയ്ത് കിട്ടുന്നതുണ്ട്. അപ്പോൾ നന്നായിട്ട് നല്ല ഫ്രിസി ഹെയറാണ് കേട്ടോ എൻ്റെ. അപ്പോൾ ഓയിൽ ഞാൻ ചെയ്തിട്ടും അത് ഫ്രിസ് ആയതുകൊണ്ട് ഒന്നും അത്ര പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഒരു ഹെയർ ടൈപ്പാണ് എൻ്റേത്. ഇത് സ്കാൽപ്പിൽ മാത്രം ഇത് നന്നായി സ്പ്രേ ചെയ്ത് ഇങ്ങനെ സർക്കുലർ മോഷനിൽ മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എവിടെ ഹെയർ റൂട്ട്സൊക്കെ ഒന്ന് ഹെയർ ഫോളിക്കൽസൊക്കെ കുറവുണ്ടോ അവിടെയൊക്കെ ഒന്ന് തടവി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ അപ്പോൾ താരനും മുടി കൊഴിച്ചിലൊക്കെ ഒന്ന് കുറയ്ക്കാനും ഈ ഒരു ഹെയർ സ്പ്രേ നിങ്ങൾക്ക് സഹായിക്കുന്നതാണ്. ഇത് ഉലുവ വെച്ചിട്ട് സ്കാൽപ്പ് എക്സ്ഫോലിയേഷനും ചെയ്യാൻ ഇത് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സ്കാൽപ്പ് എക്സ്ഫോലിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അടിഞ്ഞു കൂടിയിട്ടുള്ള ഡേർട്ട് പാർട്ടിക്കിൾസും സ്കാൽപ്പിൽ നിന്ന് എക്സ്ട്രാ ഓയിലൊക്കെ ഒന്ന് മാറ്റി കിട്ടാനും ഇത് സഹായിക്കുന്നുണ്ട്. മന്ത്ലി വൺസ് നിങ്ങൾ എപ്പോഴും സ്കാൽപ്പൊക്കെ ഒന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. എക്സ്ഫോലിയേഷൻ എന്ന് വെച്ചാൽ സ്ക്രബിങ് ചെയ്തെടുക്കണം സ്കാൽപ്പിൽ. അതായത് ഓവർനൈറ്റ് കുതിർത്ത ഒരു ഉലുവ എടുത്തിട്ട് അതിൽ തൈരും പിന്നെ ഒരു മുട്ട വേണമെങ്കിൽ ആഡ് ചെയ്യുന്നതാണ്.
പിന്നെ നിങ്ങൾക്ക് ഒരു 30 മിനിറ്റ്സോളം സ്കാൽപ്പ് മാത്രം നന്നായി മസാജ് ചെയ്തിട്ട് നന്നായി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊരു 30 മിനിറ്റ്സ് അതിലത്തെ ന്യൂട്രിയൻസൊക്കെ ന്യൂട്രിയൻസ് സ്കാൽപ്പിന് കിട്ടുകയും ചെയ്യും. പിന്നെ വേണ്ടാത്ത ഡർട്ട് പാർട്ടിക്കിൾസും മാറ്റാൻ ഇത് സഹായിക്കുന്നതാണ്. ഓക്കെ, നന്നായിട്ട് ഇങ്ങനെ ഹെയർ ഫോളിക്കിൾസിൻ്റെ അവിടെയൊക്കെ സ്കാൽപ്പിൽ ഇങ്ങനെ നന്നായി മസാജ് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ്സോളം മസാജ് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ഒരു ന്യൂട്രിയൻസിൻ്റെ എല്ലാ മിശ്രിതം ഞങ്ങളുടെ തലയോട്ടിയിലൊക്കെ പിടിക്കാൻ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പ്രേ നിങ്ങളെല്ലാവരും ഉപയോഗിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ചില ഹെയർ ടിപ്സിനും സ്കിൻ ടിപ്സിനും നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ചെയ്യുക. താങ്ക് യു. അടുത്ത ഒരു വീഡിയോയിൽ കാണാം.